ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടിയാണ്. നമുക്കതിന് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പിക്കപ്പ് കുറവാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ നിലവിൽ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് പിക്കപ്പിൻ്റെ കുറവ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടില്ല. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാം, സെൽഫ് എടുക്കുന്നില്ല. അത് കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയാണ്. അതായത് ബാറ്ററി തീരെ ലോയാണ്. 2023 ബാറ്ററിയാണ് വണ്ടി പിരിക്കുന്നത്. 2023 വെച്ചാണ് ബാറ്ററിയാണ്. നമുക്കതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.87 വരെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാറ്ററി ലോഡ് കൊടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ സെൽഫൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് ബാറ്ററി ഡൗൺ ആയി പോവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ലോഡ് കൊടുത്ത് കാണിച്ചു തരാം. ഏകദേശം നമുക്കൊരു 8.5 വോൾട്ട് താഴേക്ക് പോയ ബാറ്ററി മാറ്റണം ശരിക്കും. ഇതിപ്പോൾ നിലവിൽ നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് 5 വോൾട്ടിലേക്കൊക്കെ വന്നു കേട്ടോ. 5.35 വന്നുണ്ട്. ചില സമയങ്ങളിൽ 0 ആയി പോവാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ബാറ്ററി മാറ്റി വയ്ക്കണം. ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പിക്കപ്പ് കുറവ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അത് ശരിക്കും സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഏകദേശം വണ്ടി ഓടിയാക്കണം 30,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഏകദേശം 36,000 കിലോമീറ്റർ ഇപ്പോൾ നിലവിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഫ്യൂൽ പമ്പിനകത്ത് ഒരു ഫിൽറ്റർ വരും. ഈ വന്ന പമ്പിനകത്ത് ഇത് ഫ്യൂൽ പമ്പാണ് ഇരിക്കണേ. അതിനകത്തൊരു പേപ്പർ ടൈപ്പ് ഫിൽറ്റർ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇടയ്ക്ക് മാറ്റേണ്ടതാണ്. 30,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴാണ് സാധാരണ നമുക്ക് മാറ്റേണ്ടി വരാം. അത് എല്ലാ വണ്ടിക്കും ഓരോ ടൈമിലാവണമെന്നില്ല. കോമൺ ആയിട്ട് നോക്കണം. ഒരു 10 വണ്ടി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 8 വണ്ടി നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ ഒരു 30,000 കിലോമീറ്ററിലൊക്കെയാണ് സാധാരണ മാറ്റേണ്ടി വരാം. കാരണം അപ്പോഴത്തേക്ക് ഒരു മിസ്സിങ്ങിൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങും. അപ്പോൾ അത് മാറ്റിയിടുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ ഫ്യൂലിൻ്റെ ഫിൽറ്ററാണ് മെയിനായിട്ട് വരാം. പിന്നെ നമുക്കൊരു കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുള്ളത് ഈ ഇരിക്കുന്ന ഹൈ ടെൻഷൻ കോയിലാണ്. HT കോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോയിൽ. അപ്പോൾ ഈ 2 ഐറ്റം, ആ ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്ററും ആ HT കോയിലും മാറ്റിയിടാണെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ആവേണ്ടതാണ്. പിന്നെ ശരിക്കും നമുക്ക് ഈ എയർ ഫിൽറ്ററും പ്ലഗും അത് ഓരോ 10,000 കിലോമീറ്ററിൽ മാറ്റുന്നതാണ്. ഇപ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം പൊടിയായിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒരെണ്ണം വേണം. അതേപോലെ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ, ഈ ഹൈ ടെൻഷൻ കോയിലും ആ ഫ്യൂൽ പമ്പിനകത്ത് വരുന്നൊരു ഫിൽറ്റർ, ഇത്ര ഐറ്റമാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. മെയിനായിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് വണ്ടി ഈ പറയുന്ന കംപ്ലയിൻറ്റിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണിച്ചിട്ടില്ല. കാരണം ഈ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫ്യൂൽ പമ്പിൻ്റെ ആയാലും അതേപോലെ തന്നെ ഫ്യൂൽ പമ്പിൻ്റെ പെട്ടെന്ന് കാണിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ കൂടുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് കാണിക്കും. ഹൈ ടെൻഷൻ കോയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം ഒരു നല്ല രീതിയിൽ ഹീറ്റ് ആവണം. ഒരു 8-10 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ കംപ്ലയിൻറ്റ്സ് കാണിക്കുക. പിന്നെ കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തുടരെ കാണിക്കും. അതാണ് അതിൻ്റെ ലക്ഷണം. അത് ഈ പറഞ്ഞ ഈ ഹൈ ടെൻഷൻ കോയിലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് സാധാരണ രീതിയിൽ വരാറ്. ഇതിനകത്ത് BS6 മോഡലായതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് വാണിംഗ് ലാമ്പ് കാണിക്കേണ്ടതാണ്. ഇതിൽ ബാറ്ററി ഡിസ്ചാർജ് ആയതുകൊണ്ട്, ബാറ്ററി ചാർജ് കുറവായതുകൊണ്ട് അത് ഓൾറെഡി ലാമ്പ് തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സെൻസറുകൾക്ക് കറക്റ്റ് വോൾട്ട് കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ മാൽ ഫങ്ഷൻ കാണിക്കുന്നതാണ് ആ ലൈറ്റ് തെളിഞ്ഞേക്കുന്നത്. അത് നമുക്ക് ബാറ്ററി ഒരെണ്ണം പവർ ചാർജുള്ള ബാറ്ററി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും. ബാക്കിയത്തെ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ്സുകൾ നമുക്ക് ഓടിച്ച് തന്നെ കിട്ടേണ്ട കംപ്ലയിൻ്റാണ്. അതായത് ഓടിച്ച് കിട്ടുള്ളൂ. അതിനകത്ത് ലൈറ്റ് വാണിംഗ് ലാമ്പ് കാണിക്കില്ല. HT കോയിലിൻ്റെയൊക്കെ വാണിംഗ് ലാമ്പ് കാണിക്കില്ല. ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വാണിംഗ് ലാമ്പ് കാണിക്കില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഏകദേശം ഞാനൊരു എസ്റ്റിമേറ്റ് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് കൈയോടെ ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മാക്സിമം നേരത്തെ റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ.